നമ്മുടെ വിജയ് മല്യക്ക് ഒരു ആഗ്രഹം സിവിൽ സ്കോർ ഒന്ന് കൂട്ടണമെന്ന്. പണ്ട് ചെറിയൊരു ലോൺ എടുത്തിട്ട് സിവിൽ പൊട്ടിപ്പോയതല്ലേ, എന്നിട്ട് പുതിയ ലോൺ എടുക്കാനും പറ്റുന്നില്ല. അപ്പൊ പേജ് ഫോളോ ചെയ്ത് നിങ്ങളുടെ കൂട്ടത്തിലെ വിജയ് മല്യക്ക് ഈ വീഡിയോ ഇപ്പൊ തന്നെ അയച്ചു കൊടുത്തോ. എങ്ങനെ സിവിൽ കൂട്ടാമെന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. നോർമലായുള്ള ഒരു വഴി എന്ന് വെച്ചാൽ നമ്മുടെ ലോൺസും EMI ഒക്കെ കൃത്യമായി ഡ്യൂ വരാതെ അടക്കുക എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച് കുറച്ചുകൂടെ സ്പീഡിൽ സിവിൽ സ്കോർ വർദ്ധിപ്പിക്കാൻ സാധിക്കും. നോർമലി ക്രെഡിറ്റ് ലിമിറ്റിന്റെ 30% യൂസ് ചെയ്യാവൂ എന്നാണല്ലോ അതിന്റെ ഒരു ഇരിപ്പുവശം. സേ ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൽ 1 lakh ലിമിറ്റ് ഉണ്ടെന്ന് വെക്കുക. അതിന്റെ 30%, അതായത് 30,000 rupees നിങ്ങൾ സ്പെൻഡ് ചെയ്തു. ഇനി നിങ്ങളെ ക്രെഡിറ്റ് കാർഡിന്റെ ബില്ല് ജനറേറ്റ് ആവുന്ന ഡേറ്റ് 30th of every month ആണെന്ന് കരുതുക. ആ സെയിം മന്ത് 15th or 16th നിങ്ങൾ ഒരു 15,000 20,000 മുൻകൂട്ടി പേയ്മെന്റ് ചെയ്യുക. എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ബിൽ ഡേറ്റിനെ അടുപ്പിച്ചിട്ട് ബാങ്ക്സ് സിവിൽ ഏജൻസിക്ക് നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് അയച്ചു കൊടുക്കും. സോ അവരുടെ റിപ്പോർട്ട് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ 30% ഒരു 10K മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അതായത് നിങ്ങളുടെ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ കുറവായിരിക്കും. ആൻഡ് നിങ്ങളുടെ സ്പെൻഡിംഗ് ഹാബിറ്റ് കുറവായി കാണുന്നത് കൊണ്ട് തന്നെ ക്രെഡിറ്റ് സ്കോർ ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ആവും. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ഈ ഒരു ട്രിക്ക് ട്രൈ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ പറഞ്ഞ പോലെ ബൈ.